രാജ്യതലസ്ഥാനത്ത് നിന്ന് വീണ്ടും കൂട്ടബലാത്സംഗത്തിന്റെ വാർത്ത വരികയാണ്. ഗുരുഗ്രാമിൽ 15-കാരിയെ ഓടുന്ന കാറിൽ കൂട്ടബലാത്സംഗത്തിനിരയാക്കി. ആൺസുഹൃത്താണ് പ്രധാന പ്രതി. ജ്യൂസിൽ ലഹരി കലർത്തി നൽകി പീഡിപ്പിച്ച ശേഷം നടുറോഡിൽ പെൺകുട്ടിയെ ഉപേക്ഷിച്ച് കടന്നുകളഞ്ഞ 4-അംഗ സംഘത്തിനായി പോലീസ് തിരച്ചിൽ നടത്തുകയാണ്. രാജ്യതലസ്ഥാനത്തും സമീപ സംസ്ഥാനങ്ങളിലും കുറച്ച് നാളുകളായി വീണ്ടും ഒരുപാട് കൂട്ടബലാത്സംഗ കഥകൾ, കൂട്ടബലാത്സംഗ കൃത്യങ്ങൾ വീണ്ടും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ആശങ്ക വർദ്ധിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ഒടുവിലായിട്ടാണ് ഗുരുഗ്രാമിലെ സംഭവം. ചൊവ്വാഴ്ചയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ആക്രമിക്കപ്പെട്ടത് 15 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടി. അക്രമികളിൽ ഏറ്റവും പ്രധാനി എന്ന് പറയുന്നത് പെൺകുട്ടിയുടെ സുഹൃത്തു കൂടിയായിട്ടുള്ള 22-കാരൻ യുവാവാണ്. പെൺകുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി വരികയായിരുന്നു. ഈ ആൺ സുഹൃത്ത് 22-കാരനാണ് കുട്ടിയെ ഒപ്പം കൂട്ടി ഈ പെൺകുട്ടിയുമായി നടന്ന് നീങ്ങുന്നത്. അവർ നേരെ ഒരു കാറിലേക്കാണ് പോയി കയറുന്നത്. കാറിൽ മറ്റ് 3 യുവാക്കൾ കൂടി ഉണ്ടായിരുന്നു. ആ 3 യുവാക്കൾ ആരാണെന്നുള്ള കാര്യം പെൺകുട്ടി ചോദിച്ചപ്പോൾ തൻ്റെ സുഹൃത്തുക്കളാണ്, പേടിക്കാനൊന്നുമില്ല എന്നാണ് 22-കാരനായിട്ടുള്ള ആൺ സുഹൃത്ത് പറഞ്ഞത്. മുന്നോട്ട് പോകവേ ഈ പെൺകുട്ടിക്ക് കുടിക്കാൻ ചില ജ്യൂസ് കൊടുക്കുന്നു. ആ ജ്യൂസിനകത്ത് ലഹരി വസ്തുക്കൾ, മയങ്ങാൻ ആവശ്യമായിട്ടുള്ള ചില വസ്തുക്കൾ കലർത്തിയിരുന്നു. അത് കുടിച്ച് പെൺകുട്ടി അബോധാവസ്ഥയിലേക്ക് പോയപ്പോഴാണ് ഈ കൂട്ടബലാത്സംഗം കാറിനകത്ത് വെച്ച് തന്നെ സംഭവിക്കുന്നത്. പിന്നീട് പെൺകുട്ടിയെ നടു റോട്ടിൽ ഗുരുഗ്രാമിൽ ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. പിന്നീട് നാട്ടുകാരും പോലീസും ചേർന്ന് പെൺകുട്ടിയെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ ഇപ്പോൾ ചികിത്സയിൽ തുടരുകയാണ്. എന്തായാലും പെൺകുട്ടിയുടെ ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണെന്നുള്ള കാര്യമാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലും അതുപോലെ വീട്ടുകാരുടെ പരാതിയിന്മേലും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഈ 4 പ്രതികളെയും ഇപ്പോഴും പിടികൂടാൻ സാധിച്ചിട്ടില്ല. 4 പേരും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും പെൺകുട്ടിയുടെ സുഹൃത്താണ്. പെൺകുട്ടിയുടെ മൊഴി അടക്കം അവിടെ നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിൽ ഇവരെ തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ചൊവ്വാഴ്ച പെൺകുട്ടിയെ നടു റോട്ടിൽ ഉപേക്ഷിച്ച് മുങ്ങിയ ആ പ്രതികളാണ്. അവരെ ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. മൊബൈൽ ടവർ ലൊക്കേഷൻ ലഭിച്ചു എന്നാണ് ഏറ്റവും ഒടുവിലായി പോലീസിൽ നിന്നും ലഭിച്ച വിവരം. വൈകാതെ തന്നെ വരും മണിക്കൂറുകളിൽ ഈ 4 അക്രമികളെയും പൂട്ടാൻ ഗുരുഗ്രാം പോലീസിന് സാധിക്കും എന്നുള്ള കാര്യം അവർ ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. ഡൽഹിയിൽ നിന്നും അർജുൻ പീതാംബരൻ, മാതൃഭൂമി ന്യൂസ്.